രാജു പിനായർ ഇപ്പൊ ഈ ശാന്താനന്ദ നടത്തിയ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു അഭിപ്രായവും ഇല്ലേ? ഇത്തരം വിഷയങ്ങളിലൊക്കെ ആധികാരികമായി വളരെ കൃത്യമായ അഭിപ്രായം പറയുന്ന ആളുകളല്ലേ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം എന്ന് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ ഇപ്പോ CPM വർഗീയവാദികളെ വേദിയിലിരുത്തി എന്നൊരു പരാമർശം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയല്ലോ. ആ വർഗീയവാദി ആരാണ് എന്നാണ് പ്രതിപക്ഷ നേതാവും വിചാരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ബദൽ സംഗമ വേദിയിൽ ശാന്താനന്ദ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടും സ്വാഭാവികമായും കോൺഗ്രസിന്റെ അഭിപ്രായം ഉണ്ടാകണമല്ലോ. മാധു, ആദ്യത്തെ കാര്യം, ഞാൻ ചോദ്യത്തിന് ഉത്തരവെഴുതുന്ന ആളാണ്. മനസ്സിലായി? ഒരു ചർച്ചയിൽ വിളിച്ചിട്ട് ഇന്ന വിഷയമാണ് ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനാണ് ഉത്തരവെഴുതുന്നത്. അതല്ലാതെ അനിൽകുമാറിനെ പോലെ മറുപടി ഇല്ലാതെ ആവുമ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്ക് ഓടുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് മറുപടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ബാബുറിനെ സംബന്ധിച്ച് നേരത്തെ ചോദിച്ചത്, പിന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ 2 സംഗമം നടത്തിയത്? നിങ്ങൾ നടത്തിയതാണല്ലോ 2 സംഗമങ്ങളും. എന്തിനാണ് നിങ്ങൾ 2 സംഗമം നടത്തിയത്? ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ മതേതരത്വത്തെ പിന്നിൽ നിന്ന് കുത്തി വെട്ടിമുറിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ സ്വന്തം കാറിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിക്കുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞല്ലോ RSSന്റെ വർഗീയത. RSSന്റെ വർഗീയതയുടെ ഏറ്റവും ഭീകരമായ മുഖമായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ആ വേദിയിൽ വായിക്കുകയാണ്, ലെജിറ്റിമസി കൊടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാധു, ഈ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി അകത്ത് കയറുമ്പോൾ പോടാ മോദി എന്ന് പറഞ്ഞ് ഗോ ബാക്ക് മോദി, അവരുടെ പോടാ മോദി എന്നുള്ള അവരുടെ നടത്തുമ്പോൾ അത്ര വലിയ ഇതല്ല. പക്ഷെ ഗോ ബാക്ക് മോദി എന്ന അർത്ഥത്തിൽ വരുന്ന ക്യാമ്പയിൻ നടത്തുകയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ? അതല്ലേ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? അല്ലാണ്ട് സ്വന്തം അർദ്ധ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിച്ച് അതിന് ലെജിറ്റിമസി കൊടുക്കുന്നതാണോ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? എവിടെയാ നിങ്ങൾ 2 സംഗമം നടത്തി? എന്തിനാ BJP-ക്കാരുടെ കാശ് കളഞ്ഞത്? ഒരുമിച്ചങ്ങ് നടത്തിയാൽ പോരായിരുന്നോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അനിൽകുമാർ പറയാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം കയറിയിരിക്കുകയാണ്. നല്ല കാര്യമാണ്. കറതീർന്ന മതേതരവാദിയായ നിലപാടുകളുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം കയറിയിട്ടെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. പിണറായിയുടെ പ്രേതം കയറിയാൽ ഞാനൊരു വർഗീയവാദിയായി മാറും. വോട്ടിനു വേണ്ടി തരാതരം പോലെ ഇസ്ലാമോഫോബിയ കത്തിക്കുകയും സംഘപരിവാറിന് വിടുവേലയും ചെയ്യുന്ന വർഗീയവാദിയുടെ പ്രേതമായി എനിക്ക് മാറാൻ കഴിയാത്തതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ആ നരേന്ദ്രമോദിയുടെ 240ലേക്കുള്ള പതനം. എന്ത് അവകാശം പറയാൻ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെട്ടി കുടുംബവുമായിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും നടന്ന ആള്, ഇന്ത്യയുടെ അതിനുശേഷം നടന്ന 5 ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോലും പോയി പ്രചരണം നടത്താത്ത ആള് ഏത് അവകാശത്തിന്റെ പേരില നരേന്ദ്രമോദി 2 ഘടകകക്ഷികൾ കൂട്ടി ഭരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നത്? അതോടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. മാധു, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഡിഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗിവ് NSS any assurance? Yes, the government assured that they will resolve the issue in Shabarimala. They also assured us that the customs will be protected and they don't do anything against it. The assurance was conveyed by Devasam Minister V.N. Vasavan with the Chief Minister's knowledge. അനിൽകുമാറിന് ആചാര സംരക്ഷണം എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തുറന്നു പറയാനുള്ള ആർജവം നട്ടെല്ലുമില്ലെങ്കിൽ സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ V.N. വാസവൻ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആചാര സംരക്ഷണം ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്ത ഉറപ്പ് പറഞ്ഞ സുകുമാരൻ നായർ കള്ളം പറഞ്ഞതാണ് എന്ന് പറയാൻ കഴിയുമോ? സുകുമാരൻ നായർ കള്ളം പറഞ്ഞാണ് നിങ്ങൾ പറയുമോ? ശബരിമലയിലെ ആചാരങ്ങൾ വരുന്ന വഴി നടക്കുന്ന വഴി നടക്കട്ടെ. അതിന് പോയി വിരുദ്ധാഭിപ്രായത്തിൽ നിൽക്കാൻ കഴിയുമോ? ആചാരത്തിനെതിരായി നിൽക്കില്ല എന്ന് പറയുന്നതും ആചാര സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങും എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മാധു, ഈ ചിന്ത 2018 ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ BJPക്ക് ഇത്രമാത്രം വർഗീയത ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് എന്താ പറഞ്ഞത്? തന്ത്രിയുടെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയല്ല ശബരിമലയുടെ താക്കോൽ വെച്ചിരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇല്ലേ? ആചാര സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്ന പോലെ നടക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നോ? 2 സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ കയറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കഥകൾ നിങ്ങളുടെ ആർക്കൈവ്സിൽ നോക്കിയാൽ കിട്ടുമല്ലോ, ഇല്ലേ? അപ്പോൾ ശബരിമലയിലെ ആചാര സംരക്ഷണം അതിനിടെ കൂടി അനിൽകുമാർ കള്ളം കൂടി പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി അന്നുണ്ടായിരുന്നു, ഇന്ന് തലയ്ക്ക് മുകളിലില്ല. കള്ളമാണ്. സുപ്രീം കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ ഭരണഘടനാപരമായ
ആ സുപ്രീം കോടതി നൽകുന്ന അവകാശം ഇന്നുണ്ട്. എന്തുകൊണ്ട് കള്ളം പറയരുത്? ഞാൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്ന് താവളം എടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരിടം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ ഭാഗമായിരുന്നു. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്, പ്രതിപക്ഷം ചോദിച്ചപ്പോൾ ആ വർഗീയവാദി ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഇനി അത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബദൽ സമ്മേളനത്തിൽ ശാന്താനന്ദ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അഭിപ്രായമില്ലേ? ഞാൻ രണ്ടാമത്തെ തവണ ചോദിക്കുന്നത്, സമയപരിമിതിയുണ്ട്, അങ്ങ് അതിലേക്ക് വരണം. മാധു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും ആ പെരുന്നയിൽ അവിടെ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലെ അതിന് മതവിദ്വേഷം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആ സംഗമത്തെ തന്നെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാ? BJP എന്നുള്ളത് നമുക്കറിയാം. BJP ചെയ്യാൻ പോകുന്നതാണെന്നറിയാം. പക്ഷെ പിന്നിലൂടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ കുത്തുന്ന പിണറായി വിജയൻ എന്ന വർഗീയവാദിയാണ് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. മറ്റേത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അവർക്ക് ഇതുവരെ കേരളത്തിൽ ഒരു ലെജിറ്റിമസി ഒരു MLA പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ലെജിറ്റിമസി വർഗീയവാദികളാണെന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ഇന്ന് പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാം. ശ്രീ രാജു പി നായർ, ശാന്താനത്ത് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, വാപുരൻ എന്ന് പറയുന്നത് വാമനൻ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടി തീവ്രജാതികൾ നടത്തുന്ന പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളൊന്നും ഒരു കാലത്തും പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ ആ പരാമർശങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ ഉള്ള BJPയുടെ ശ്രമത്തിന് ചൂട്ട് തെളിക്കുന്ന ആറാട്ടുമുണ്ടനാണ് പിണറായി വിജയൻ. സംഘപരിവാറിന് മുമ്പിൽ വെള്ളാപ്പള്ളി നടേശനെ കൈപിടിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് കേരളത്തെ മുക്കിയിടാൻ ചൂട്ട് തെളിക്കുന്ന ആറാട്ടുമുണ്ടനാണ് പിണറായി വിജയൻ. അയാളെയാണ് ഇവിടെ തുറന്നു കാണിക്കേണ്ടത്. പിണറായി വിജയൻ എന്ന വർഗീയവാദിയാണ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത്. 4 വോട്ടിന് മുമ്പ് ഏത് നിലപാടും ഏത് തറപ്പടിയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ കൗടില്യത്തെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത്. ഏതാ അല്ല, അങ്ങേക്ക് ശാന്താനന്ദ എന്ന് പേര് പറഞ്ഞ് വിമർശിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായില്ല മാധു. എന്നെ സംബന്ധിച്ചോളം, ഞങ്ങളെ സംബന്ധിച്ചോളം യാതൊരു ബുദ്ധിമുട്ടില്ല. മാധുവിന് പിണറായി വിജയൻ വർഗീയവാദിയല്ലെന്ന് സ്ഥാപിക്കണമെങ്കിൽ ആയിക്കോ. പക്ഷെ സംസ്ഥാനത്തിന്റെ ചെലവിൽ ഈ നാട്ടിൽ വർഗീയത കുത്തുവെക്കുന്ന വർഗീയവാദിയാണ് പിണറായി വിജയൻ എന്നുള്ള തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. RSSും BJPയും ഈ നാടിനെ നശിപ്പിക്കുന്ന വർഗീയവാദികളാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷെ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുറംമോടിയായതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും തീവ്ര മുന്നോട്ടുപോകാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്നത് ആരെങ്കിലും ഫേവർ ചെയ്ത് കളയും, അല്ലെങ്കിൽ CPM-നെ ഫേവർ ചെയ്ത് കളയുമെന്ന് CPM-കാർ പോലും വിചാരിക്കില്ല എന്നുള്ളിടത്താണ് എനിക്ക് ഇത്തിരി ഒരു ആത്മവിശ്വാസം ബാക്കിയുള്ളത്. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. മാധു ഈ അയ്യപ്പ സംഘം, പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ മാതൃഭൂമി ചർച്ച നടത്തിയിട്ടുണ്ടോ? എത്ര ദിവസം നടത്തിയോ? അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നോ? അന്ന് ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ബൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കും. നിങ്ങൾ ചോദ്യം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ അങ്ങ് പറഞ്ഞില്ല. സ്വാഭാവികമായും കോൺഗ്രസിന് അതിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് ആവർത്തിച്ച് ഇപ്പോൾ പറയാൻ കഴിയാത്ത പന്തളത്ത് പങ്കെടുത്ത പ്രതിനിധിക്ക് മാത്രമേ അതിൽ മിണ്ടാൻ പാടുള്ളൂ. അതല്ല, ഇപ്പൊ CPM-നെ കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനമായിരുന്നെങ്കിൽ അങ്ങടക്കം എല്ലാ നേതാക്കളും ആളാവണ്ണം പ്രതികരിക്കുമായിരുന്നല്ലോ. അന്ന് അവിടെ പങ്കെടുത്ത ആൾക്ക് മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാൻ പാടില്ല. ഏത് ചോദ്യ പേപ്പറാണ് എന്റെ മുന്നിലേക്ക് വെച്ചത്? ഞാൻ ഒരു ചോദ്യപേപ്പറും വെച്ചിട്ടില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങയോട് ചോദിച്ചു, 2 തവണ ചോദിച്ചു. സ്വാഭാവികമായും ചോദിക്കാമല്ലോ. അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ മുന്നിലേക്ക് ഞാൻ വെക്കുകയുണ്ടായല്ലോ. ഇന്ന് നിറങ്ങി ഒത്തുതീർപ്പാണ് എന്ന് ഉണ്ടാക്കിയത് എന്ന് അങ്ങ് ചോദിച്ച ചോദ്യമാണ് ഞാൻ അനിൽകുമാറിനോട് ചോദിച്ചത്. അപ്പൊ അനിൽകുമാർ കോൺഗ്രസിന്റെ ചോദ്യപേപ്പർ നീട്ടി തന്നതാണല്ലോ മാധു എന്ന് ചോദിച്ചാൽ ഞാൻ പറ്റില്ലേ? അപ്പോ അനിൽകുമാർ ചോദിച്ച ചോദ്യം, ശ്രീ രാജു പി നായർ, അനിൽകുമാർ ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് നീക്കി വെച്ചിരിക്കുന്നു.
അത് എന്റെ ചോദ്യപേപ്പർ അല്ല, അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ ചോദ്യപേപ്പറാണ്. അല്ല, അഡ്വക്കേറ്റ് പങ്കെടുത്ത പ്രതിനിധിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? അദ്ദേഹം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനോ അങ്ങേക്കോ ആ പേരെടുത്ത് വിമർശിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യമുണ്ടോ, പരിമിതി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഡയറക്റ്റായി വളരെ ധൈര്യമായിട്ട് പറയുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് മാധു പന്തളത്തെ സംഗമത്തെ കുറിച്ച് ഈ ചർച്ചയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ? മാധുവിന്റെ മാധു എഴുതിയ പരാമർശങ്ങളെ ഞങ്ങൾ തള്ളി പിണറായി വിജയൻ ആ സംഗമത്തിന് ചൂട്ട് പിടിച്ചു കൊടുത്ത ആറാട്ടുമുണ്ടനാണ് എന്നൊരു പരാമർശം നടത്തി. അപ്പോഴും അങ്ങ് ശാന്താനന്ദ എന്ന പേര് പറയാത്തതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്.